രാവിലെ തന്നെ ഇവിടെ നല്ല മഴ മൂടലാണ്. കുറച്ച് ദിവസമായിട്ട് ഉച്ച കഴിഞ്ഞാൽ മാത്രമായിരുന്നു മഴ. ഇപ്പോൾ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ഒക്കെ മഴ തന്നെയായി. നമ്മൾ രാവിലെ ചായക്ക് ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ്. ഇന്ന് വെള്ള കളറിലുള്ള ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. ഉപ്പുമാവിന് വേണ്ടിയുള്ള ഉള്ളിയൊക്കെ മുറിച്ച് വെച്ചു, റവ വറുത്തു. പിന്നെ നമ്മൾ നെയ്യിലാണ് ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. കടുകും ഉഴുന്നും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇഞ്ചി, പച്ചമുളക്, ഉള്ളി, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വെള്ളം ചേർക്കുക, അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. വെള്ളം നല്ലോണം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റവ ഇട്ട് കൊടുക്കുക. ആദ്യം എനിക്ക് ഏറ്റവും പേടിയുണ്ടായിരുന്നൊരു കാര്യമാണ് ഈ ഉപ്പുമാവ് ഉണ്ടാക്കൽ. കാരണം അമ്മക്കിളിക്കൂടിലെ പോലെ എങ്ങാനും വെള്ളം കൂടി പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. ഈ ഉപ്പുമാവ് തന്നെ നല്ല കുഴഞ്ഞ പരുവത്തിലൊക്കെ ചിലയിടത്ത് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ എനിക്കിങ്ങനെ നല്ല ഡ്രൈ ആയിട്ടുള്ള ഐറ്റമാണ് ഇഷ്ടം. അടുപ്പിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഇത് കുറച്ച് സമയം അടച്ചു വയ്ക്കുക. പിന്നെ നല്ലോണം ഇളക്കി ഇതുപോലെ ആക്കിയെടുക്കുക. ഇതിൻ്റെ കൂടെ പഴവും കറികളും ഒക്കെ ഉണ്ടെങ്കിലും പഞ്ചസാര ഇട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. നല്ലോണം പഞ്ചസാരയൊക്കെ ഇട്ട് ഉപ്പുമാവും ചായയും അടിപൊളിയല്ലേ. ഇനിയുള്ളത് ഉച്ചയ്ക്കത്തെ ഫുഡാണ്. ഉച്ചയ്ക്ക് നമ്മൾ വൻപയർ കറിയും ചെമ്മീൻ തോരനും ചോറും കൂടെ കഴിച്ചു. നല്ലോണം വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടുള്ള വൻപയർ കറി ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഇതായിരുന്നു. രാത്രിയിലേക്ക് നമ്മൾ ഒരു തട്ടിക്കൂട്ട് ലെഗ് ബിരിയാണി ഉണ്ടാക്കി. അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു ബിരിയാണിയാണ്. തട്ടിക്കൂട്ടിലായാലും നല്ല ടേസ്റ്റുള്ള ലെഗ് ബിരിയാണി ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.